പരിശുദ്ധ കന്യാമാതാവിനും അവിടുത്തെ തിരുക്കുമാരനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡോക്ടർ ശാന്ത ജോർജ്. ഞാൻ റിട്ടയേർഡ് ഗൈനക്കോളജിസ്റ്റാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ജോർജ് പീഡിയാട്രീഷ്യനാണ്. അദ്ദേഹവും റിട്ടയർ ചെയ്തതാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമുണ്ടായ ഏതാനും വിഷയങ്ങളാണ് സത്യസന്ധമായി ഇവിടെ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വൈക്കത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉടമ്പടി ആദ്യമായി എടുത്തത് 2018 അന്ന് ഉടമ്പടിയെപ്പറ്റി ഞങ്ങൾക്ക് വലിയ ഒരു ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു ഡ്രൈവർ പറഞ്ഞു, ഇങ്ങനെ മാതാവിൻ്റെ ഒരു ഉടമ്പടിയുടെ ഒരു സംവിധാനമുണ്ട്, ഉടമ്പടി എടുത്താൽ മാതാവ് നിങ്ങളോടൊപ്പം വരുമെന്ന്. അത് കേട്ടപാടെ ഒന്നും വിചാരിക്കാതെ, എനിക്ക് പ്രത്യേക നിയോഗങ്ങളൊന്നുമില്ലെങ്കിലും എനിക്ക് മാതാവിനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ അന്ന് ഇപ്പോഴുള്ളത്ര ഒരു സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്കും അജ്ഞത ധാരാളമായിട്ടുണ്ടായിരുന്നു. 6 നിയോഗങ്ങൾ വയ്ക്കാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് വയ്ക്കേണ്ടതെന്നുള്ളൊരു പരവേശത്തോടു കൂടി ഞാൻ ഏറ്റവും ആദ്യം എഴുതിയത്, എൻ്റെ മകൻ PSC പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിൽ അവൻ്റെ പേര് വരണമേ എന്ന് എഴുതി വെച്ചു. അതിനെ തുടർന്ന് എന്തൊക്കെയോ ഭൗതികമായ കാര്യങ്ങൾ എഴുതി വെച്ചു. അതൊന്നും ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ അതിനെ തുടർന്ന് കുറച്ച് നാൾ ഈ ഉടമ്പടി വേണ്ടവണ്ണം പാലിക്കാൻ കഴിയാതെ വന്നു, ഒരു ലാപ്സ് ഉണ്ടായി. വീണ്ടും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞോ അതുവഴി പുതുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചത് 4/3/2024 അന്ന് അതിന് ശേഷമുള്ളതും അതിന് മുമ്പുള്ളതുമായ ഏതാനും വിഷയങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു അനുഭവമാണ്. എൻ്റെ ഹസ്ബൻഡിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടായി. അന്ന് തന്നെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ കേരളത്തിൽ ഓപ്പൺ ഹാർട്ട് സർജറി അധികം നല്ലപോലെ ഒന്നും വന്നിട്ടില്ലായിരുന്നു. കോവൈ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാനാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ പുള്ളിക്ക് അത്ര ടെൻഷനും പേടി അതിന് വിധേയമാകാനുള്ള ധൈര്യക്കുറവും കൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞ് സ്വയം പുള്ളി വെയിറ്റൊക്കെ കുറച്ച് എക്സർസൈസൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ ഒക്ടോബർ 22 ജോലിക്കിടെ പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ നടക്കേണ്ടി വന്നപ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ പുറത്തേക്ക് പോയ ആളിനെ പിന്നെ കാണാതെ വന്നപ്പോൾ ഞങ്ങൾ പോയി തിരക്കുമ്പോൾ നടക്കാൻ മേലാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടെ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ശ്വാസം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പൾസ് ഓക്സിമീറ്റർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓക്സിജനൊക്കെ കുറവാണ്, ഹാർട്ട് റേറ്റൊക്കെ കൂടുതലായിട്ടിരിക്കുന്നു. ഉടനെ തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അർജൻറ്റായിട്ട് പോവുകയും അവിടുത്തെ കാർഡിയോളജിസ്റ്റിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ICUവിലാണ് അഡ്മിറ്റ് ചെയ്തത്. ചെന്നപാട് ICUവിൽ അഡ്മിറ്റ് ചെയ്തു. എല്ലാ ടെസ്റ്റുകളും ഹാർട്ട് അറ്റാക്കിന് പോസിറ്റീവായിട്ടാണ് കണ്ടത്. അപ്പോൾ എന്നെ വിളിച്ച് ഡോക്ടർ സംസാരിച്ചത് ഇങ്ങനെയാണ്, നാളെ നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം ഡിസ്കഷന് വിളിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, 3 മേജർ ബ്ലഡ് വെസലും 99% ബ്ലോക്ക്ഡാണ്. ഒരേ ഒരു പ്രതിവിധി ഇമ്മീഡിയറ്റായിട്ട് സർജറി ചെയ്യുക എന്നുള്ളതാണ്. സർജറി ഭയങ്കര റിസ്ക്കിയാണ്. കാരണം 3 ബ്ലഡ് വെസലും 99% ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിന് പകരം വയ്ക്കുന്ന വെസൽസ് അത് എത്രമാത്രം അവിടെ ഗ്രാഫ്റ്റ് സ്വീകാര്യമാകുമെന്ന് ഡോക്ടർമാർക്കും ഒരു സംശയമായിരുന്നു. ഇതേ ഫീച്ചേഴ്സ് ഞങ്ങൾ മറ്റ് കാർഡിയക് തൊറാസിക് സർജന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് ആ കേസ് ചെയ്യാൻ പോലും ധൈര്യമില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ കാരിത്താസിൽ സർജറി ചെയ്യാമെന്ന് പറഞ്ഞല്ലോ എന്നോർത്ത് അവിടെ സർജറിക്ക് വിധേയമായി. 2 ദിവസം ICUവിലായിരുന്നു. ഞങ്ങളിപ്പോൾ 5 മിനിറ്റ് പോയി പേഷ്യൻറ്റിനെ കാണാൻ അനുവാദമുണ്ട്. 3-ാം ദിവസം മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മുറിയിൽ വന്ന് അന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മോണിറ്ററൊക്കെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹാർട്ട് റേറ്റും ഓക്സിജനും ഒക്കെ കണ്ടാലറിയാം. സന്ധ്യയായപ്പോൾ സിസ്റ്റർമാർ വന്ന് പറഞ്ഞു, ഇനി ഈ മോണിറ്റർ കണക്ട് ചെയ്യണ്ട, പേഷ്യൻ്റ് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനും അത് അടുത്ത ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ സിസ്റ്റർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ പ്രശ്നമായല്ലോ, ഹാർട്ട് റേറ്റ് ഒത്തിരി കൂടി വരുന്നു, ഓക്സിജൻ സാച്ചുറേഷൻ കുറവാണ്, BP വളരെ കുറവാണ്, എല്ലാവരെയും വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കാർഡിയാക് സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെയും എമർജൻസി മെഡിസിനും ICUവും അനസ്തറ്റിസ്റ്റും എല്ലാവരും വന്ന് ആ മുറി നിറച്ച് ഡോക്ടർമാരായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, പുള്ളിയുടെ സ്വത്തം നഷ്ടപ്പെട്ട് പുള്ളി
ഈ ലോകത്തുനിന്ന് തന്നെ പോകാൻ പരുവത്തിലുള്ള ഒരവസ്ഥയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വളരെ സങ്കടത്തിലായി. എൻ്റെ മോൾ അവിടെ അനസ്തറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ മകനും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞ് ഞങ്ങൾ പുറത്തിരുന്ന് സങ്കടത്തോടു കൂടി മാതാവിനോട് ഇങ്ങനെ വിളിച്ചപേക്ഷിക്കുകയാണ്, മാതാവേ ഇപ്പം തന്നെ വരണമേ ഇവിടെയിട്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഈ കൃപാസനത്തിൽ ഓൺലൈനിൽ ഉടമ്പടി പെട്ടെന്ന് എടുത്തു തരണം, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിയോഗമായിട്ട്, മാതാവേ ഇപ്പം തന്നെ വന്ന് എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിച്ചു തരണം, എനിക്കാരുമില്ല, ഇപ്പം തന്നെ വരണം എന്ന് ഞാൻ എൻ്റെ സ്വന്തം അമ്മയോട് യാചിക്കുന്നത് കൂട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ അത്ഭുതകരമായി ഞാൻ ആ ജനൽപ്പാളികളുടെ ഇടയിൽ കൂടി അകത്തേക്ക് നോക്കുമ്പോൾ മോണിറ്ററിലെ എല്ലാ ഇൻഡെക്സുകളും എത്ര പെട്ടെന്നാണ് അത് നോർമലിൽ വന്ന് നിന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഹാർട്ട് റേറ്റ് 126-ൽ നിന്ന് നോർമൽ റേറ്റിലേക്ക് താന്നു വന്നു. BP നോർമലിലേക്ക് വന്നു. അകത്ത് കിടന്നിരുന്ന എല്ലാ ഡോക്ടർമാരും പെട്ടെന്ന് തന്നെ ഞങ്ങളെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്, ഇനി ഒന്നും പേടിക്കാനില്ലെന്ന്. പക്ഷേ ആ ഡോക്ടർമാരുടെ മുഖത്തു നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവർ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടതെന്ന് എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ അമ്മ അത്ഭുതകരമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ അൾത്താരയിൽ എൻ്റെ ഈ ഹസ്ബൻഡ് ഇവിടെ ജീവനോടെ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ 30-ാം തീയതി എൻ്റെ ഒരു റീബർത്ത്ഡേ ആണ്. ഈ ഒക്ടോബർ 30-ന് എൻ്റെ റീബർത്ത്ഡേ ആണ്. ഒരിക്കലും പോസിബിളായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നില്ല അത്. ഇത്രയും പ്രായമായില്ലേ, ഇത്ര വയസ്സായില്ലേ, ഇനി ഇച്ചിരി മരുന്നൊക്കെ കഴിച്ചങ്ങോട്ട് പോയാൽ മതി എന്നുള്ളതാണ് വേറെ കാർഡിയോതൊറാസിക് സർജന്മാർ പറഞ്ഞത്. എന്നാലും എൻ്റെ ഈ റീബർത്തിന് എൻ്റെ അമ്മ മാതാവ്, എൻ്റെ ഈശോ, ഇവരാണ് എനിക്ക് റീബർത്ത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് 1000 നന്ദി പറയുന്നു. രണ്ടാമതായി പറയാനുള്ളത് എൻ്റെ സഹോദരി, എൻ്റെ നേരെ മൂത്ത സഹോദരി എന്ന് പറയുമ്പോൾ 79 വയസ്സുണ്ട്. ആ ഏജിൽ അവർക്കൊരു ബ്ലീഡിങ് ഉണ്ടെന്ന് എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഏജിൽ ബ്ലീഡിങ് വരേണ്ട ഒരു കാര്യമില്ല, ഇപ്പം തന്നെ പോയി ഹോസ്പിറ്റലിൽ കാണിക്കുകയും സ്കാൻ എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സ്കാൻ ചെയ്തപ്പോൾ 31 മില്ലിമീറ്റേഴ്സാണ് എൻഡോമെട്രിയൽ തിക്കനിങ്. നിങ്ങൾക്കത് മനസ്സിലാകുമോയെന്ന് അറിഞ്ഞുകൂടാ. ഒരു 2-3 മില്ലിമീറ്ററിൽ കൂടേണ്ട കാര്യമില്ല. ആ സമയത്ത് 31 മില്ലിമീറ്റർ ഉള്ളത് കൊണ്ട് അതിന് വേറൊരു ടെസ്റ്റ് പോലും ചെയ്യാതെ നമുക്ക് ഉറപ്പിച്ച് പറയാം അത് യൂട്രൈൻ ക്യാൻസറാണെന്ന്. അങ്ങനെ അവർ ഭാരത് ഹോസ്പിറ്റലിൽ നിന്നും അമൃത ഹോസ്പിറ്റലിൽ പോയി ക്യാൻസറിനുള്ള ഫർദർ ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തു. അപ്പോൾ ഇത് ക്യാൻസറാണെന്ന് ഉറപ്പ് വന്നപ്പോഴത്തേക്കും വീട്ടിലെല്ലാവർക്കും ഒരു പരവേശമായി. മറ്റ് സഹോദരങ്ങളെ എല്ലാം ഒന്ന് സ്ക്രീൻ ചെയ്താൽ കൊള്ളാമെന്ന്. ഞാനാണ് അതിൻ്റെ നേരെയുള്ള ആൾ. അപ്പം ഞാൻ ആരോടും ചോദിക്കാതെ തന്നെ എൻ്റെ സ്വന്തം സ്കാൻ ഞാൻ പോയി എടുപ്പിച്ചപ്പോൾ എനിക്ക് ആദ്യം 4 മില്ലിമീറ്റർ ആയിരുന്നു. ഒരു മാസത്തെ ഗ്യാപ്പിൽ ഞാൻ ഒന്നുകൂടെ റിവ്യൂ ചെയ്തപ്പോൾ അത് 5.8 എന്ന് കണ്ടു. അപ്പോൾ 5.8 എന്ന് അത്രയും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യേണ്ട ഏജ് അല്ല ഇത്. ഈ ഏജിൽ കുറഞ്ഞാണ് വരേണ്ടത്. അപ്പം നമുക്ക് ഒരു ആശങ്കയായി, ഇനി എന്ത് ചെയ്യും നമ്മൾ? അപ്പം നമുക്ക് ഇനി അതൊരു ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു ഹിസ്റ്ററക്ടമി, അതായത് ഗർഭപാത്രം മാറ്റുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നതായിരിക്കും ഉചിതമെന്നൊരു തീരുമാനം എല്ലാവരിൽ നിന്നും വന്നു, പ്രത്യേകിച്ച് എൻ്റെ മക്കളിൽ നിന്നും. അപ്പം ഞങ്ങൾക്ക് അന്നേരം ഓടിപ്പോയി സർജറി ചെയ്യാനുള്ള ഒരു സാഹചര്യമായിരുന്നില്ല. ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഞങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. അവരെ കണ്ട് ഞാൻ അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവർ തന്നെ ആ സ്കാനിൻ്റെ മോണിറ്റർ എൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ട് എന്നെ കാണിച്ചു തന്നു. ഇത് നോക്ക്, ഇവിടെ യാതൊരു വക തിക്നെസ്സും ഇല്ല, ഒന്നുമില്ല, ഇതിനു മുമ്പുള്ള സ്കാനിന് പക്ഷേ തെറ്റുപറ്റിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അത് മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തിയാണെന്ന് എനിക്ക് ഉറപ്പായും അറിയാം. അത് മറ്റൊന്നുമല്ല, ഒരു സ്കാനിൻ്റെ തെറ്റോ അല്ലെങ്കിൽ ആളുകളുടെ അസസ്മെൻറ്റിൻ്റെ തെറ്റോ ഒന്നുമല്ലെന്നറിയാനുള്ള ജ്ഞാനം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനായി ഞാൻ മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം 1000 നന്ദി അറിയിക്കുന്നു. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ 2 മക്കളും ഡോക്ടർമാർ തന്നെയാണ്. ഒരാൾ കാരിത്താസ് അനസ്തറ്റിസ്റ്റ്,
ഒരാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഓർത്തോ വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. പുള്ളി പ്രൈവറ്റിലും പിന്നെ അവിടെ ഇവിടെ എല്ലാം ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു PSC ടെസ്റ്റ് വന്നു. അപ്പോൾ PSC ടെസ്റ്റ് കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോട്ടേക്ക് ഞങ്ങൾ പോകുമ്പോൾ അവിടെ തലേദിവസം ചെന്ന് താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അവിടെ ധാരാളം കാറുകൾ, ഡോക്ടർ എംബ്ലമുള്ള കാറുകൾ വന്ന് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ മോൻ പറയുകയാണ്, അമ്മ ഈ പരീക്ഷ എഴുതിയിട്ട് ഒരു കാര്യവും ഇല്ല, ആകെ ഒരു വേക്കൻസിയാണുള്ളത്, 900 ഡോക്ടർമാർ വന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ തന്നെ പോയേക്കാം, വെറുതെ കാശ് കളയണ്ട. ഞങ്ങൾ പറഞ്ഞു വേണ്ട, നീ വന്ന കാര്യം നടത്തിയിട്ട് പോകുക, ബാക്കിയെല്ലാം ദൈവം തീരുമാനിച്ചോളും എന്ന്. അപ്പോൾ അവൻ പരീക്ഷ എഴുതി. ഞങ്ങൾ അപ്പോൾ അന്നത്തെ ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗം വെച്ചിരുന്നത് PSC പരീക്ഷയിൽ അവൻ്റെ പേരുണ്ടാകണമെന്ന് മാത്രമാണ്. ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ പരീക്ഷയിൽ എൻ്റെ മകന് 1ാം റാങ്കായി വന്നിരിക്കുന്നു. അപ്പോൾ അവന് വിശ്വാസമായി, പ്രാർത്ഥനയുടെ ശക്തി അവൻ തിരിച്ചറിഞ്ഞു. പിന്നെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അവിടെ ചെല്ലുമ്പോഴും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് വീണ്ടും 1ാം റാങ്ക് തന്നെയായിരുന്നു. അങ്ങനെ അവൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ ചുരുക്കി പറയുകയാണ്, അവിടുത്തെ വർക്ക് പ്രഷർ കൊണ്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തപ്പോഴത്തേക്കും അവൻ പറയാൻ തുടങ്ങി, ഈ ജോലി തുടർന്നാൽ ഞാൻ 6 മാസത്തിൽ കൂടി ജീവിച്ചിരിക്കത്തില്ല, അത്രമാത്രം ഹെവി വർക്കാണ്, എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, ഞാനിത് റിസൈൻ ചെയ്തോട്ടെ. അപ്പം ഞങ്ങൾ എന്തു പറയണം, മകൻ്റെ ജീവനാണോ ജോലിയാണോ വലുത്? ഞങ്ങൾ പറഞ്ഞു, നിനക്കിഷ്ടമില്ലെങ്കിൽ നീ റിസൈൻ ചെയ്തോ, ഞങ്ങളൊന്നും പറയുന്നില്ലെന്ന്. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കിട്ടിയ ജോലിയാണല്ലോ, അത് നിങ്ങൾ യാതൊരു ആദരവുമില്ലാതെ കളഞ്ഞു വിളിക്കുന്നല്ലോ എന്നുള്ള വേദനയോടുകൂടി ഞാൻ എപ്പോഴും മാതാവിനോട് ക്ഷമ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇവനിത് റിസൈൻ ചെയ്തതിന് ശേഷം 6-7 മാസം തെക്കുവട കോടി നടക്കുകയാണ്. എവിടെ പോയാലാണ് അവന് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നത്? ഒരിടത്തും അവനൊരു നല്ല സങ്കേതം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു പ്രൈവറ്റിൽ കുറച്ച് നാൾ ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവന് മനസ്സിലായി അത് പണ്ടത്തതിൻ്റെ പിന്നത്തതാണെന്ന്. അതിനുശേഷം ഒരു ദിവസം ഓടി വന്ന് പപ്പയുടെ കാലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയണം, പപ്പ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ ജോലിക്ക് മെഡിക്കൽ കോളേജ് സർവീസിൽ വീണ്ടും കയറണം, അതിന് ഞാൻ എന്ത് ചെയ്യണം, നമുക്ക് DME വരെ ഒന്ന് പോയാലോ? അപ്പം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ DMEയിൽ ഓടിച്ചെന്ന് കയറിയാൽ അവർ കാണിക്കത്തൊന്നുമില്ല, നമുക്ക് ഇനി പോയ സാധനം കിട്ടത്തില്ല, ഡോൺ വറി അങ്ങനെ പറഞ്ഞു. പക്ഷേ ആരും അറിയാതെ പുള്ളി പുറത്ത് പോയി, മുറ്റത്ത് പോയി നിന്ന് 3:45 മണിയായപ്പോൾ DME ഓഫീസിലേക്ക് ഫോൺ ചെയ്തു, ഇങ്ങനെ ഇന്ന ആളിൻ്റെ അപ്പനാണ് വിളിക്കുന്നത്, അവന് ആ ജോലി തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ക്ലറിക്കൽ സ്റ്റാഫ് പറയുകയാണ്, സാറിന് ഇത്ര അറിവുള്ളതല്ലേ, ഇങ്ങനെ PSC ജോലി ആരെങ്കിലും റിസൈൻ ചെയ്ത് കളയുമോ? ഇതെന്തൊരു ബുദ്ധിശൂന്യതയാണ്. ഒരു കാര്യം ചെയ്യുന്ന, ഈ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്, ഇത് നാളെ ഗവൺമെൻറ്റിലേക്ക് റിമൂവലിന് പോകാൻ എടുത്തു വച്ചിരിക്കുകയാണ്, സാറിൻ്റെ മോന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു മെയിൽ അയച്ചോളൂ എന്ന് പറഞ്ഞ് മെയിൽ അഡ്രസ്സ് തന്നു. അവിടെ നിന്ന് തന്നെ മെയിൽ ടൈപ്പ് ചെയ്ത് അയച്ചു. അതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർനൂണിൽ 2:30-3 മണിക്ക് ശേഷം ഒരു ഗവൺമെൻറ് ഓഫീസിലേക്ക് നമ്മൾ ഫോൺ ചെയ്താൽ ഒരു മനുഷ്യരും റെസ്പോണ്ട് ചെയ്തതായിട്ടൊരു ചരിത്രമേ ഇല്ല. ഇത് 3:45 മണിക്ക് ഞങ്ങൾ വിളിക്കുമ്പോൾ പ്രോംപ്റ്റായിട്ട് ആ സ്ത്രീ ഫോൺ എടുക്കുകയും അതിന് ഞങ്ങൾക്ക് ഉപായം പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ തന്നെ മെയിൽ അയച്ചു. അതിൻ്റെ നെക്സ്റ്റ് ഡേ, അതിൻ്റെ പിന്നത്തെ ഡേയിൽ എൻ്റെ മോനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് ഓർഡർ വന്നു. എല്ലാവർക്കും അത്ഭുതമായി. ഹോസ്പിറ്റലിലുള്ള സർവരും ചോദിക്കുകയാണ്, നീ ആരാണ്? നീ വല്ല പൊളിറ്റിക്കൽ ലീഡർ വല്ലതുമാണോ? നിനക്ക് ഇത്ര പെട്ടെന്ന് നിൻ്റെ ഇഷ്ടം പോലെ പോകാനും ഇഷ്ടം പോലെ തിരിച്ചു വരാനുമൊക്കെയുള്ള സാധ്യതയുണ്ടോ? നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ മാതാവ്, എൻ്റെ അമ്മയും പപ്പായും മാതാവിൻ്റെ ആൾക്കാരാണ്, അവർ എപ്പോഴും അവനെ കളിയാക്കാറുണ്ടായിരുന്നു. നിനക്ക് പിന്നെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഈ കൃപാസനം പത്രത്തിൽ പൊതിഞ്ഞ് കൊടുത്തു വിട്ടാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. കൃപാസനം പത്രത്തെ പറ്റിയെല്ലാം അവഹേളിച്ച ആ നിമിഷങ്ങളിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി മാതാവിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഈ അങ്ങനെ ആ റീപോസ്റ്റിംഗ് നടന്നു. ഇപ്പോൾ അവനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഈ സാക്ഷ്യത്തിൽ പങ്കുചേർക്കാൻ സാധിക്കാത്ത ഒരു അവസരമാണ്. കാരണം അവൻ ഇപ്പോൾ UK ഇവിടെ ഒരു ഫെലോഷിപ്പ് കിട്ടി പോയിരിക്കുകയാണ്. അവൻ അവിടെയാണെങ്കിലും ഞങ്ങൾ അവന് വേണ്ടിയും അവൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായി ഇവിടെ പ്രാർത്ഥിക്കുകയും അമ്മയോട് യാചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിധമായ അനുഗ്രഹങ്ങൾ തന്ന ഓരോ ഡെയിലി ഞങ്ങൾക്ക് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് മാതാവ് തരുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒരു ചെറിയ കാര്യം പോലും കൺഫ്യൂഷൻ ആകുമ്പോൾ, അമ്മേ മാതാവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഉടനടി അതിനുള്ള ഉത്തരങ്ങൾ കിട്ടാറുണ്ട്. ആ ഉത്തരത്തിൽ അനുസരിച്ച് ഞങ്ങൾ മുന്നേറുന്നു.
ഞങ്ങൾ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് റിട്ടയേർഡ് ആയതുകൊണ്ടും ശാരീരികമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും ഒത്തിരി ദൂരെ യാത്ര ചെയ്തു പോയി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പരിമിതികളുണ്ട്. എങ്കിലും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളെയെല്ലാം ഞങ്ങളുടെ സ്വന്തമായി തന്നെ കരുതി അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങളും അവരുടെ രോഗാവസ്ഥയിൽ ഞങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കുകയും വേണ്ടി വന്നാൽ മരുന്നുകൾ സംഘടിപ്പിച്ച് കൊടുക്കുകയും എല്ലാം ചെയ്യുകയും ഒരു നേരത്തെ ഭക്ഷണം ആ കുടുംബത്തിന് അന്ന് ഇടമ്പടി എടുത്ത നാൾ തൊട്ട് ഇന്നേ വരെ കൊടുക്കുകയും അവർക്ക് ഇഷ്ടമില്ലെന്ന് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ നിർബന്ധമായി കൊടുക്കുകയും വളരെ മൗനത്തിലായിരുന്ന അവിടുത്തെ അമ്മയെ ഞങ്ങൾ ഇപ്പോൾ ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരു സ്ത്രീയായി മാറ്റിയെടുത്തിട്ടുണ്ട്. അവർ ആരോടും മിണ്ടത്തില്ല, എപ്പോഴും കട്ടിലേ കിടക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ചെല്ലുന്ന സമയം അവർക്കറിയാം, ആ സമയത്ത് അവർ എഴുന്നേറ്റിരിപ്പുണ്ടാകും. അപ്പോൾ വലിയ സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാൻ മാതാവ് ഇടയാക്കിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ പേപ്പർ വിതരണം ചെയ്യുന്നത് പേപ്പറിലെടുത്ത് ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് കൃപാസനത്തിലെ പത്രമല്ലേ, ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറയും, കണ്ടാൽ പോരല്ലോ, വായിച്ച് മനസ്സിലാക്കി അതെന്താണെന്ന് തീരുമാനിച്ചിട്ട് മാത്രം നിങ്ങൾ റിജക്റ്റ് ചെയ്യുകയോ കൈക്കൊള്ളുകയോ ചെയ്യുക, അല്ലാതെ കാണുമ്പോൾ തന്നെ തീരുമാനം എടുക്കരുത്, അത് ശരിയല്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ റിസപ്റ്റീവ് ആകാൻ തുടങ്ങി. അങ്ങനെ പേപ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ആ പേപ്പർ കയ്യിലെടുത്തിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കും: അമ്മേ മാതാവേ, നിൻ്റെ പുകഴ്ചയെപ്പറ്റി മറ്റുള്ളവരെ അറിയിക്കാൻ എന്നെ തിരഞ്ഞെടുത്തതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഈ പേപ്പർ വായിക്കുന്നവർക്ക് നിന്നെ കൊണ്ട് ഒരു ഗുണമുണ്ടാകണമേ, അവരുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകണമേ, ഇതാരും താഴെ കളയുകയോ ഇതിൽ അനാദരവായി സ്പർശിക്കുകയോ ചെയ്യരുതെന്ന് എപ്പോഴും അവരോട് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേപ്പർ വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വൃദ്ധമെന്ന് പറയാൻ പറ്റത്തില്ല, മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള ആൾക്കാരുടെ ഒരു കേന്ദ്രമുണ്ട്. അതിൻ്റെ പേര് ജീവനിലയം എന്നാണ്. അവിടെ പോയി അവരോട് ആ മനുഷ്യരോടെല്ലാം സംസാരിക്കുകയും അവർക്ക് ഞങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ടാകുകയും അവർക്ക് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങളും വസ്ത്രദാനങ്ങളുമെല്ലാം ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ശക്തമായി അവരുടെ ജീവിതത്തിൽ ഇടപെടണമെന്നും ഞങ്ങളുടെ ജീവിതത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ഈശോ എങ്ങനെയാണോ സാധുക്കളെയും വേദന അനുഭവിക്കുന്നവരെയും അനുതാപത്തോടെ നോക്കി അതുപോലെ നമുക്കും ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ മുന്നേറുന്നത്. ഞങ്ങൾക്ക് അതിനുവേണ്ട ആരോഗ്യവും ശക്തിയും തരുവാൻ ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഒരു നിമിഷം ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സാക്ഷ്യം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈശോയ്ക്കും മാതാവിനും വളരെയേറെ നന്ദി. കൂടാതെ അച്ഛൻ്റെ ടോക്കുകൾ വളരെയേറെ ഞാൻ ശ്രദ്ധിക്കുകയും ഇൻഫർമേറ്റീവാണ്. അതേപോലെ എൻ്റെ ഈ രോഗത്തിന് ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ ഉടമ്പടി തൈലം അടിവയറ്റിൽ പൂശിക്കൊണ്ട് മാതാവിനെയും ഈശോയും ഓർത്തുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന രോഗസൗഖ്യം എനിക്കും തരണമേ, ഞാനും അമ്മയുടെ മകളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിശബ്ദമായി ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. സാറിന് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട്, ഞാൻ കൊടുക്കുന്നു. മകൻ്റെ റീഇൻസ്റ്റേറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ച് അല്പവിശ്വാസിയായ എന്നെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദൈവം മാപ്പ് തരില്ലെന്ന് എനിക്കറിയാം. എല്ലാ ദിവസവും 7 മാസമായി റിസൈൻ ചെയ്തിട്ട് എല്ലാ ദിവസവും എൻ്റെ ഭാര്യ ഇരുന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ, നീ തന്ന ജോലിയാണല്ലോ, അത് കളഞ്ഞല്ല മാതാവേ, എനിക്ക് ജോലി എൻ്റെ മകന് തിരിച്ചു കൊടുക്കണമെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉള്ളിൽ ചിരിക്കും. മാതാവ് ഇറങ്ങി വന്ന് ഈ റിസൈൻ ചെയ്ത ജോലി എങ്ങനെ തരും? അത് ഇമ്പോസിബിളാണ്. കാരണം നമ്മുടെ രാഷ്ട്രീയ ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അറിയാം എന്ത് ചിലവാകുമെന്നറിയാം, ആരെ പിടിച്ചാൽ കിട്ടുമെന്നറിയാം. പക്ഷേ നമുക്കതിനൊന്നും പോകാതെ ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവിനെ തന്നെ ഞാൻ പിടിച്ച്, അമ്മ മാതാവിനെ പിടിച്ച് എൻ്റെ ഭാര്യ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ ആ ഹാസ്യമായിട്ടുള്ളതാണോ അല്ലെ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിപ്പോയി. പക്ഷേ 7 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചെറിയ ഫോൺ കോള് അവിടെ ഒരു സ്ത്രീ എടുക്കുന്നു, ക്ലാർക്ക് എടുക്കുന്നു, മാതാവാണ് അത് എടുപ്പിച്ചതെന്ന് എനിക്കറിയാം. അത് വിത്തിൻ 2 days റീഇൻസ്റ്റേറ്റ് ചെയ്ത് ഓർഡർ വരുന്നു, എൻ്റെ മകൻ ജോയിൻ ചെയ്യുന്നു. ഇതിന് അമ്മ മാതാവ്
ഈ ഈശോയിൽ കൂടി തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു പോയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അവിടുത്തെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. ഡോക്ടർ ശാന്ത ജോർജും ജീവിത പങ്കാളിയും കഴിഞ്ഞ 55 വർഷങ്ങളായി കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ആതുരാലയങ്ങളിൽ ഗൈനക്കോളജിസ്റ്റായും പീഡിയാട്രിഷ്യനായും സേവനം ചെയ്യുകയാണ്. ഈ ഡോക്ടർ ദമ്പതികളുടെ സാക്ഷ്യമാണ് ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. രോഗത്തെക്കുറിച്ച്, ചികിത്സയെക്കുറിച്ച്, ഫലസിദ്ധിയെക്കുറിച്ച് ഒട്ടും അറിവില്ലാത്ത വ്യക്തികളല്ല ഇവർ രണ്ടുപേരും. 1968-69 കാലം മുതൽ കേരളത്തിൽ നല്ല നിലയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് സേവനം ചെയ്ത 2 വ്യക്തികളാണ്. അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തെയും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2018 ഉടമ്പടി എടുക്കുവാൻ ആദ്യമായി ഇവരെത്തിയത്. രോഗമോ ദുരിതമോ ക്ലേശമോ ഒന്നുമില്ലാത്ത സാധാരണ ജീവിത സാഹചര്യത്തിലെത്തി അമ്മ മാതാവ് കുടുംബത്തിലോട്ട് വരണം, കൂടെ വരണം എന്ന ആഗ്രഹത്തോടു കൂടി ഡോക്ടർ ശാന്ത ഉടമ്പടി എടുത്തുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുക. പിന്നീട് വന്നത് ജീവിത പങ്കാളിയുടെ ഗുരുതരമായ ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയാണ്. അത് അവർക്ക് തന്നെ തിരിച്ചറിയാവുന്നതാണ്. രോഗത്തിൻ്റെ കാഠിന്യവും 75 വയസ്സിനപ്പുറമെത്തിയ പ്രായത്തിൽ ചികിത്സിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളുമൊക്കെ അവർക്ക് 2 പേർക്കും ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അവർ കൺസൾട്ട് ചെയ്തവരും മരുന്ന് കഴിച്ച് തൽക്കാലം മുന്നോട്ട് പോവുകയെന്ന് അവരോട് പറയുന്നുമുണ്ട്. എങ്കിലും അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് അവർ ആ കാരിത്താസ് ആശുപത്രിയിൽ ആ ഓപ്പറേഷന് വിധേയരാവുന്നു. ജീവിത പങ്കാളി പറയുന്നുണ്ട്, അടുത്ത ദിവസം രാവിലെ ആ മെഷീന് പോലും നിയന്ത്രിക്കാനാവാത്തത്ര ഉയരത്തിലേക്ക് എല്ലാ ഹാർട്ടിൻ്റെ സംബന്ധമായ വേരിയേഷൻസ് വരുന്നു. എല്ലാം വേരിയേഷൻസ് നിയന്ത്രണാതീതമാവുകയും മരണം ഇങ്ങനെ അടുത്തെത്തിയത് അവരും ഡോക്ടർമാരും ഒരുപോലെ തിരിച്ചറിയുമ്പോൾ പരിശുദ്ധമ്മയെ ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥനയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ എൻ്റെ ഭർത്താവിനരികിലേക്ക് അമ്മ മാതാവ് എത്തണം, സൗഖ്യം നൽകണമെന്ന് ഈ ഡോക്ടർ സഹോദരി പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ചൊല്ലി അടുത്ത നിമിഷം ജനലിലൂടെ മോണിറ്ററിലേക്ക് നോക്കുമ്പോൾ ഡോക്ടറിന് എല്ലാ ഇൻഡെക്സുകളും കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഒത്തിരി വേരിയേഷനിൽ നിന്നിരുന്നത് എല്ലാം ക്രമത്തിലേക്ക് വന്നുകൊണ്ട് നോർമലായി സാറ് വേഗത്തിൽ രോഗസൗഖ്യത്തിലേക്ക് വരുന്നത്. പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ നമ്മളെപ്പോഴും ടാഗ്ലൈൻ പറയുക ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരമെന്നാണ്. രണ്ടാമത്തത് പരിശുദ്ധ കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണ്. ഈ 2 ടാഗ്ലൈനും നമ്മൾ ഒരുമിച്ച് ഈ ഡോക്ടറിൻ്റെ ഈ രോഗസൗഖ്യത്തിൽ കണ്ടെത്തുകയാണ് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ. രണ്ടാമത്തത് സഹോദരി സ്വയം രോഗാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. 79 വയസ്സുള്ള ചേച്ചിക്ക് ക്യാൻസർ രോഗത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നു. അതുകൊണ്ട് 75 വയസ്സെത്തുന്ന സഹോദരി സ്വാഭാവികമായും ഭയപ്പെടുന്നു, പരിശോധന നടത്തുന്നു. അപ്പോൾ ഗർഭാശയ സംബന്ധമായ അത്ര പന്തിയല്ലാത്ത ലക്ഷണങ്ങളാണ് കണ്ടത്. 1 മാസം കഴിഞ്ഞ് റിവ്യൂ ചെയ്യുമ്പോൾ അത് കൂടുതൽ വർദ്ധിക്കുന്നതായി കാണുന്നു. സാധാരണഗതിയിൽ അതങ്ങനെ വരേണ്ടതുമല്ല. അപ്പോഴാണ് വീണ്ടും പരിശുദ്ധമ്മയുടെ ഉടമ്പടി പ്രാർത്ഥന ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി തൈലം വിശ്വാസത്തോടെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും അടുത്തൊരു റിവ്യൂവിന് വേണ്ടി പോകുന്നതും. അടുത്ത റിവ്യൂ എടുക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ പൂർണ്ണമായ സൗഖ്യത്തോടു കൂടി തൻ്റെ ഉദരത്തെ പരിശുദ്ധമ്മ ഈശോ വഴി സൗഖ്യപ്പെടുത്തിയതാണ് കണ്ടെത്തുന്നത്. മൂന്നാമത് അതിലും വളരെ അത്ഭുതകരമായി മകൻ്റെ ജീവിതത്തിലുണ്ടായ ഇടപെടലിനെ സമർപ്പിക്കുകയാണ്. മകൻ പരീക്ഷ എഴുതുവാൻ പോകുമ്പോൾ ഇവിടെ എത്തി ആദ്യം വെച്ച നിയോഗം മകൻ്റെ ഒരു ഗവൺമെൻറ് ജോലി, ഡോക്ടറായി നല്ല നിലയിൽ ജീവിക്കുന്നതിനൊരു ജോലി ലഭിക്കണമെന്നതാണ്. പരീക്ഷയ്ക്ക് ഒരു ഒഴിവും അനേകം മക്കളും പരീക്ഷ എഴുതുമ്പോൾ അതിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
1ാം റാങ്ക് നൽകി അമ്മ മാതാവ് കുടുംബത്തെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. ഇൻ്റർവ്യൂവിലും 1ാമതായി മകൻ എത്തപ്പെടുന്നു. അങ്ങനെ ആ ജോലി ഒറ്റ ഒഴിവിലേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിക്കുന്നു. ഒരു വേക്കൻസിക്ക് ആ ഒറ്റ ഒഴിവിലേക്ക് മകന് ജോലി ലഭിക്കുന്നു. എന്നാൽ അവിടെയുണ്ടായ ജോലിയുടെ ഭാരം മകനത് നിസ്സാരമായി കണ്ട് അതിൽ നിന്ന് പിന്മാറുന്നു. എങ്ങനെ കിട്ടി? എത്ര വലിയ ശരണപ്പെടൽ, കണ്ണീര്, വിശുദ്ധിയുള്ള ജീവിതം, ദൈവസന്നിധിയിലുള്ള നിരന്തരമായ തോരാത്ത പ്രാർത്ഥനയുടെ തുടർച്ച, അതാണ് അമ്മ ദാനമായി നൽകിയതാണ് ഈ ജോലി എന്ന് ഒരുപക്ഷെ മകൻ അത്ര ഗൗരവത്തിൽ കാണാതിരുന്നത് കൊണ്ട് അതിൽ നിന്ന് അവൻ പടിയിറങ്ങുന്നു. പിന്നീട് അമ്മ തന്നെ പറയുന്നു, 6-7 മാസം തെക്ക് വടക്ക് അലഞ്ഞു നടന്നു വന്ന, അതാണ് വാക്കുപയോഗിച്ചത്. തെക്ക് വടക്ക് അലഞ്ഞു നടന്നു. ഒരു ജോലിയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുവാൻ പറ്റുന്ന മാനസികമായ മൂല്യത്തിനനുസരിച്ച് ലഭിച്ചില്ലെന്ന്. പിന്നീട് അപ്പൻ്റെ അടുക്കൽ വന്ന് കാലിൽ കെട്ടുവീണ് പറയുന്നു, എങ്ങനെയെങ്കിലും ഞാൻ രാജിവെച്ച ജോലി എടുത്തു തരണമെന്ന്. പ്രിയമുള്ളവരെ, സർക്കാരിൻ്റെ സംവിധാനങ്ങൾ 7 മാസം മുമ്പ് രാജിവെച്ചൊരു ജോലി അസാധ്യമായ എല്ലാ സാഹചര്യവും നിൽക്കുമ്പോൾ ഒരു ഫോൺ കോളിൽ പരിശുദ്ധ അമ്മ ആ മകന് വേണ്ടി ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും ഈ കുടുംബം ചെയ്തിരുന്ന നന്മ പ്രവൃത്തികളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് 2 ദിവസങ്ങൾക്കുള്ളിൽ ആ ജോലി മകന് വീണ്ടും നൽകി സഹായിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ കേട്ട വളരെ ക്വാളിറ്റിയുള്ള ഉടമ്പടിയെ കൂടുതൽ നമ്മളെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സാക്ഷ്യമാണിത്. കാരണം അറിവ് കൊണ്ട്, പ്രാപ്തി കൊണ്ട്, ലോകപരിചയം കൊണ്ട്, ദൈവജ്ഞാനം കൊണ്ട് ഒക്കെ ഈ 2 പേരും അവരുടെ ഈ 75 വയസ്സ് കഴിഞ്ഞ പ്രായത്തിൽ അവർ വളരെയധികം സമ്പന്നരാണ്. എന്നാൽ എത്ര ശരണപ്പെട്ടുകൊണ്ടാണ് കൃപാസനം അമ്മയുടെ അരികിൽ തങ്ങളുടെ ജീവിതങ്ങളെ, നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കാത്തതൊക്കെയും ലോകത്തിന് തരാനാവാത്തതൊക്കെയും ഞങ്ങൾ ഇവിടെ നിശ്ചലമായി പോകുന്ന എല്ലാ അവസരങ്ങളിലും പുതുതായി എല്ലാം തുടങ്ങിത്തരുവാൻ അമ്മ മാതാവിന് സാധിക്കുമെന്ന്. അത് സഹോദരൻ പറയുന്ന 2ാമതൊരു ജനനം ഈ ലോകത്തിൽ മകന് കൊടുത്തത് പരിശുദ്ധമ്മയാണ്. സഹോദരിയുടെ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പോകാമായിരുന്ന ഉദരത്തെ സൗഖ്യപ്പെടുത്തിയത് പരിശുദ്ധമ്മയാണ്. മകന് അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വലിച്ചെറിഞ്ഞ് കളഞ്ഞ ജോലി തിരികെ എളിമപ്പെട്ട് വിനയപ്പെട്ട് മാതാപിതാക്കളുടെ അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിക്കുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ കൊടുത്തതും കൃപാസനത്തിൻ്റെ പരിശുദ്ധമ്മയാണ്. അതുകൊണ്ട് ഈ അമ്മ മാതാവ് വഴി ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ക്ലേശമുള്ള, ഭാരമുള്ള ഏതൊരവസ്ഥയിലും അമ്മ കൂടെ വരും. നമ്മൾ അമ്മയെ ഉപേക്ഷിച്ചാലും അമ്മ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ ഉപേക്ഷിക്കില്ല എന്നതിൻ്റെ സാക്ഷ്യമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. കരഘോഷത്തോടെ കൃപാസനത്തിൻ്റെ നല്ല അമ്മയ്ക്ക് നമുക്കിത് സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്താം.